പോകണം. മലപ്പുറം വളാഞ്ചേരിയിൽ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 94 പേർ. ഇതിനിടെ ആശ്വാസമായി 8 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ആകെ നെഗറ്റീവായവരുടെ എണ്ണം 25ആയി. രോഗി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മേഖലയിൽ പനി സർവേ നടപടികളും തുടരുകയാണ്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, നിപ്പ ആശങ്ക പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതാണ് ആശ്വാസകരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ എന്താണ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ നടത്തിയ പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവായി എന്നുള്ളത് തന്നെയാണ്. ഈ നെഗറ്റീവ് ആയതിൽ രോഗിയുമായി അടുത്ത് ഇടപഴകിയ വീട്ടുകാരുടെയും അതേപോലെ തന്നെ അവരെ പരിചരിച്ച ആശുപത്രിയിലുള്ളവരുടെയും അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലാബിലുള്ളവരുടെയും ഒക്കെ പരിശോധനാ ഫലങ്ങളുണ്ട്. അവരൊക്കെ ഒന്നും ഈ രോഗബാധ ഇല്ല എന്നുള്ളത് തികച്ചും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇത് നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗത്തിൻ്റെ കാരണം, പ്രഭവ കേന്ദ്രം എവിടെ എന്നതിനെക്കുറിച്ചും ഇപ്പോഴും അതിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ രോഗിയുടെ അടുത്ത വീട്ടിലൊരു പൂച്ച കഴിഞ്ഞ ഈ ഒരു സമയങ്ങളിൽ ചത്തിരുന്നു. ആ പൂച്ചയിൽ നിന്നാണോ അവിടെ നിപ്പ ബാധ ഉണ്ടായിരിക്കുന്നത് എന്ന സംശയമാണ് ഉള്ളത്. അതിന് പൂച്ചയുടെ ജഡത്തിൻ്റെ സാമ്പിള് ഭോപ്പാല ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന് ഫലം വരുന്നതിന് കാത്തിരിക്കണം. ഒപ്പം തന്നെ ആ ഒരു മേഖലയിൽ കോഴികളും ചത്തതായിട്ടുള്ള ഒരു കാര്യം ആരോഗ്യവകുപ്പിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. ഇതുവരെ ഈ രോഗിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അവർക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡി ഒരു ഡോസ് നൽകിയിട്ടുണ്ട്. മറ്റൊരു 2 ഡോസ് ഇന്നലെ വൈകുന്നേരം ഒരു ഡോസ് കൂടി നൽകിയിട്ടുണ്ട്. അവരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. നിലവിൽ ചികിത്സയിലും അത് നിരീക്ഷണത്തിലുള്ള മറ്റെല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നതും ഈ ഘട്ടത്തിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. നിപ ഭീതിയുണ്ട്, പക്ഷേ അപ്പോഴും ആശ്വാസകരമായി പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രത തുടരുകയാണ്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.